കാർക്കടിയുടെ കഥ. യോഗവാസിഷ്ഠ നിത്യപാരായണം ദിവസം 92, ഭാഗം 3, ഉൽപ്പത്തി പ്രകടനം. അധവർഷസഹസ്രേണ താം പിതാമഹ ആയയോ ദാരുണം ഹീതഭഗ സിദ്ധയൈ വിഷാഗ്നിരപി ശീതളക. വസിഷ്ഠൻ തുടരുന്നു. ഇതിനെ സംബന്ധിച്ച് പഴയൊരു ഐതിഹ്യമുള്ളത് ഞാൻ നിനക്ക് പറഞ്ഞു തരാം. ഹിമാലയ പർവ്വത സാനുക്കൾക്കും വടക്കായി ഒരിടത്ത് കാർക്കടി എന്നു പേരായ ഒരു രാക്ഷസി ജീവിച്ചിരുന്നു. കറുത്തിരുണ്ടതും വലിപ്പമേറിയതും കാണുവാൻ ഭയങ്കരിയും ആയിരുന്നു അവളുടെ രൂപം. ഭയങ്കരമായിരുന്നു അവളുടെ രൂപം. ആവശ്യത്തിന് ഭക്ഷണം ലഭിക്കാഞ്ഞ എപ്പോഴും വിശപ്പായിരുന്നു അവൾക്ക്. അവൾ വിചാരിച്ചു, ജംബൂ ദ്വീപില് നിവസിക്കുന്ന എല്ലാവരെയും ഒന്നിച്ച് തിന്നാൻ കിട്ടിയിരുന്നോ എങ്കിൽ എൻ്റെ വിശപ്പ് പെരുമഴയ്ക്ക് ശേഷം മരീചിക എന്ന പോലെ അപ്രത്യക്ഷമായേനെ. എന്നാൽ അത്തരം ഒരു പ്രവർത്തനം ഒരുവന്റെ ജീവന് നിലനിർത്താൻ ഉചിതമാവുകയില്ല. മാത്രമല്ല, ജംബൂദ്വീപിലെ നിവാസികള് ധർമ്മിഷ്ഠരും സഹാനുഭൂതിയുള്ളവരും ഈശ്വരഭക്തിയുള്ളവരും പച്ചമരുന്നുകളെ പറ്റി അറിവുള്ളവരുമാണ്. ഇങ്ങനെ സമാധാനമായി ജീവിക്കുന്നവരെ ഉപദ്രവിക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് ഞാൻ ഒരു തപസ്സിൽ ഏർപ്പെടാൻ പോവുകയാണ്. കിട്ടാൻ വളരെ ദുഷ്കരമായ കാര്യം സാധ്യമാക്കാൻ തപസ്സിനോളം ഉത്തമമായി മറ്റൊന്നുമില്ല. കാർക്കടി മഞ്ഞുമലയുടെ ഉത്തംഗ ശിഖരങ്ങളിൽ ഒന്നിൽ പോയി ഒറ്റക്കാലിൽ തപസ് തുടങ്ങി. അവളുടെ തീരുമാനം കല്ലുപോലെ ഉറച്ചതും ശ്രദ്ധ സദൃഢവുമായതിനാൽ ദിവസവും മാസങ്ങളും കടന്നുപോയത് അവൾ അറിഞ്ഞതേയില്ല. കാലക്രമത്തിൽ അവളുടെ ദേഹം ശോഷിച്ച് സുതാര്യമായ ചർമ്മത്തിൽ പൊതിഞ്ഞ അസ്ഥിപഞ്ജര മാത്രമായി. അവൾ അങ്ങനെ 1000 കൊല്ലം തപസ് ചെയ്തു. 1000 കൊല്ലം കഴിഞ്ഞപ്പോൾ ബ്രഹ്മാവ് അവളില് സംപ്രീതനായി പ്രത്യക്ഷപ്പെട്ടു. തീവ്ര തപസ് കൊണ്ട് ഒരുവന് എന്തും നേടാം. വിഷപ്പുക പോലും നിർവീര്യമാക്കി അണയ്ക്കാം. മനസ്സാ ബ്രഹ്മാവിനെ വന്ദിച്ച് എന്ത് വരമാണ് ചോദിക്കേണ്ടതെന്ന് അവൾ ചിന്തിച്ചു. ഓ, കിട്ടിപ്പോയി. അവൾ ആലോചിച്ചു, എനിക്കൊരു ജീവനുള്ള സൂചികയാവണം. ഇരുമ്പു സൂചി, രോഗത്തിന്റെ മൂർത്തിമത് ഭാവം എന്ന വരം ആവശ്യപ്പെടാം. ഈ വരം ലഭിച്ചാൽ അതുമായി എനിക്ക് എല്ലാ ജീവജാലങ്ങളുടെയും ഹൃദയത്തിൽ കയറി എൻ്റെ ആഗ്രഹം നടപ്പാക്കാം. എൻ്റെ വിശപ്പും തീരും. ബ്രഹ്മാവ് പറഞ്ഞു, നിന്റെ തപസ്സിൽ നാം സംപ്രീതനാണ്. നിന്റെ ആഗ്രഹം എന്താണ്? അവൾ തൻ്റെ ആഗ്രഹം അറിയിച്ചു. തഥാസ്തു, ബ്രഹ്മാവ് പറഞ്ഞു. അങ്ങനെ ആവട്ടെ, നിനക്ക് വിഷൂചികയും ആവാം. സൂക്ഷ്മമായി നിലകൊണ്ട് മോശപ്പെട്ട ആഹാരം കഴിക്കുന്നവരിലും ദുർനടത്ത ശീലമാക്കുന്നവരിലും അവരുടെ ഹൃദയത്തിൽ കയറി നിനക്ക് ആദിയുണ്ടാക്കാം. എന്നാൽ ഇനി പറയുന്ന മന്ത്രം ജപിക്കുന്നവർക്ക് ഈ ദുരിതത്തിൽ നിന്ന് മോചനം ലഭിക്കും. ഹിമാദ്രേർ ഉത്തരേ പാർശ്വേ കാർക്കടി നാമ രാക്ഷസി വിഷൂചികാഭിധാന സാരാനാപ്യന്യയാ ബാധിക. ഓം ക്രാം ക്രീം ശ്രീം രം വിഷ്ണുശക്തിയേ നമോ ഭഗവതി വിഷ്ണുശക്തി ഏഹി ഏനം ഹര ഹര ദാഹ ദാഹ ഹാന ഹാന പച പച മാത മാത ഉത്സദായ ഉത്സദായ ദൂരേ കുരു കുരു സ്വാഹ വിഷൂചികേ ത്വാം ഹിമവന്തം ഗച്ഛ ഗച്ഛ ജീവസാര ചന്ദ്രമണ്ഡലം ഗതോസി സ്വാഹ. ഈ മന്ത്രത്തില് പ്രാവീണ്യം നേടിയ ആള് അത് തൻ്റെ ഇടതു കരത്തില് ധരിച്ച് ചന്ദ്രനെ ധ്യാനിച്ച് ആ കൈ രോഗിയുടെ മേൽ വെച്ചാൽ ആ ക്ഷണം അയാള് സുഖപ്പെടും.